കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഒരാൾ വന്നു. സാധാരണ അത്യാഹിത വിഭാഗത്തിൽ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം അത് മനുഷ്യനായിരിക്കും. പക്ഷേ ഇതൊരു കാട്ടുപന്നിയാണ് കേട്ടോ. കാട്ടുപന്നി കയറി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തുറന്നിട്ട വാതിലിലൂടെ കാട്ടുപന്നി ആശുപത്രിക്കുള്ളിൽ കയറിയത്. സുരക്ഷാ ജീവനക്കാരൻ കാട്ടുപന്നിയെ ഓടിച്ചുവിട്ടു. CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഇപ്പോൾ കാട്ടുപന്നി മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ചികിത്സ നിഷേധിച്ചോ എന്ന്. ഇനി ചികിത്സിക്കാനോ മറ്റോ വന്നതായിരുന്നോ? മോത്തി, വാസ്തവത്തിൽ കാട്ടുപന്നി എന്നുള്ള വിശേഷണം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റാണ്. കാരണം ഇവറ്റകളിലെ മുൻപ് കാട്ടിൽ കാണുകയും ഇപ്പോൾ ഇവറ്റകൾ മുഴുവൻ നാട്ടിലുള്ള ഒരു സ്ഥിതിയാണ്. ഗ്രാമപ്രദേശത്ത് മാത്രമല്ല നഗരപ്രദേശങ്ങളിലടക്കം ഇവയുടെ സാന്നിധ്യം ഉണ്ട് താനും. ഇതിൻ്റെ ശല്യമില്ലാത്ത കോർപ്പറേഷനോ നഗരസഭയോ ഗ്രാമപഞ്ചായത്ത് പ്രദേശമോ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം നഗരപ്രദേശത്തിൽ പോലും ശല്യം ഉണ്ടാക്കുന്നു എന്ന് കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന ഗ്രാമപ്രദേശം വനമേഖലയോട് ചേർന്ന ഇടത് സ്ഥിതി ചെയ്യുന്ന കോന്നി പോലെയുള്ള ഒരു മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കാട്ടുപന്നി വന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്നുള്ളത് തന്നെയാണ് ആ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള എനിക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തുറന്നിട്ട വാതിലിലൂടെ കാട്ടുപന്നി ഉള്ളിലേക്ക് കടന്നത്. എവിടെയോ എന്നെത്തിപ്പെട്ടതിൻ്റെ ഒരു പരിഭ്രമവും വെപ്രാളവും കാട്ടുപന്നിക്കുണ്ടായിരുന്നു. നേരെ ECG റൂമിന് സമീപത്തേക്കാണ് ചെന്ന് കയറിയത്. തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് എയ്ഡ് പോസ്റ്റും ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ഇവിടെ രണ്ടിടത്തും ആളുകളില്ലായിരുന്നു. രോഗികളായി ഇൻപേഷ്യൻസും ആരുമില്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മെഡിക്കൽ സ്റ്റുഡൻസ് ഈ സ്ഥാപനത്തിൽ പ്രവേശനം നേടുന്നുണ്ട്. എന്നാൽ പൂർണ്ണ അർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന നിലയിലേക്ക് ഈ സ്ഥാപനം വളർന്നിട്ടില്ല. മറ്റൊന്ന്, 4 വശവും സംരക്ഷണ ഭിത്തിയുള്ള ഒരു പ്രദേശം കൂടിയല്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നി, അതെ, എന്തുകൊണ്ടും അവിടെ ആളുണ്ടായിരുന്നില്ല എന്നത് ആശ്വാസമായി അഭിലാലെ. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം ഈ പരിഭ്രമത്തിൽ പന്നി ഉണ്ടാക്കിയെങ്കിലോ എന്നൊരാശങ്കയും എന്തായാലും മാറിക്കിട്ടി. ശരി അഭിലാലെ.